ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശനും നവ്യയും അഭിയും ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ആദർശിനെ കുറ്റപ്പെടുത്താനായിട്ട് നവ്യയും അഭിയും വീണ്ടും വന്നിരിക്കുകയാണ്. ഒരു ഉളുപ്പും ഇല്ലാതെ വീണ്ടും വീണ്ടും നമ്മുടെ ആദർശിനെ തന്നെ കുറ്റം പറയാണ് നവ്യയുടെ മുമ്പിൽ വെച്ച്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശനോട് സഹിക്കുന്നതിന് ഒരു പരിധിയില്ല. അങ്ങനെ ആദർശ് പറഞ്ഞു, ദേ അഭി, കൂടുതൽ സംസാരിക്കാൻ നിൽക്കരുത് എന്നോട്. നമ്മുടെ മുത്തശ്ശന്മാരും മുതുമുത്തശ്ശന്മാരൊക്കെ പാരമ്പര്യമായിട്ട് തുടർന്നു വരുന്ന ഒരു രീതിയാണ് നമ്മുടെ കുടുംബത്തിന്റെ. അന്തസ്സും അഭിമാനത്തിനും ഒരു കുറവുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആ അന്തസ്സും അഭിമാനവും കാത്തു രക്ഷിക്കുക, കാത്തു സൂക്ഷിക്കുക എന്നത് മൂത്ത കൊച്ചുമകൻ എന്ന നിലയിലെ എൻ്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ അതിനേതൊറ്റ വരിയും പോകാൻ ഞാൻ തയ്യാറാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഓ, എന്തൊരു അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിക്കുന്ന കൊച്ചുമകനാണ്. ആ കൊച്ചുമകനല്ലേ അഭീതത്തിൽ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിക്കൊണ്ട് ആ കുഞ്ഞിനെ ഇപ്പൊ ഈ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് സ്വന്തം കുഞ്ഞായിട്ട് ഇങ്ങനെ നോക്കുന്നത്? അത് അന്തസ്സും അഭിമാനവുമാണോ അനന്തപുരി തറവാട്ടിന് ചേരുന്നത് എന്ന് നവ്യ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും, അത് അന്തസ്സും അഭിമാനവുമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അന്തസ്സും അഭിമാനവും വിറ്റ് ജീവിക്കേണ്ട ഒരു കാര്യവും ഈ ആദർശനില്ല. അങ്ങനെ വിറ്റ് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കുടുംബം തകരാതിരിക്കാനാണ്. എൻ്റെ കുടുംബത്തെ ഞാൻ അതുപോലെയാണ് നോക്കുന്നത്. അനന്തപുരി തറവാട് എന്നത് വെറും ഒരു വീട് മാത്രമല്ല. ഇവിടെ താമസിക്കുന്നവരെ എൻ്റെ എല്ലാമാണ്. അവരെ ഞാൻ സ്നേഹിക്കുന്നു, അവരെ ഞാൻ ബഹുമാനിക്കുന്നു, അവർ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കുന്നു, അവർക്ക് വേണ്ടി ഞാൻ അധ്വാനിക്കുന്നു. അത് ഏതുവരെ പോകാനും എനിക്ക് ഒരു പ്രശ്നവുമില്ല. അതിനുവേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും ഞാൻ തയ്യാറാണ്. ആ ത്യാഗത്തിലൂടെ കടന്നു പോകുന്ന എന്നെ നിരന്തരമായി ഇങ്ങനെ ശല്യം ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിനല്ല പ്രശ്നം ഉണ്ടാകുന്നത്, നവ്യെ, നിന്റെ ജീവിതത്തിനായിരിക്കും പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒഴിഞ്ഞു മാറി നടന്നോ. എന്നെയും നയനെയും അതുപോലെ ചന്തുമോളെയും ശല്യം ചെയ്യാൻ വരണ്ട. ഞങ്ങള് എങ്ങനെയും ഒക്കെ അങ്ങ് ജീവിച്ചു പൊക്കോളാം. എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ അമ്മയ്ക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാവർക്കും എന്നെ വിശ്വാസമുണ്ട്, 2-3 പേരൊഴികെ. അതുകൊണ്ട് തന്നെ ഞാൻ അതങ്ങ് വിട്ടും കളഞ്ഞു. ഓ, അപ്പൊ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യമോ? എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വിശ്വാസം എല്ലാം നഷ്ടപ്പെട്ടല്ലോ. എൻ്റെ അച്ഛനും അമ്മയും ഇപ്പൊ സത്യം പറഞ്ഞാലേ ആദർശേട്ടനെ കാണുന്നത് ചതുർത്ഥി തന്നെയാ. ആയിക്കോട്ടെ, അവർക്ക് എന്നെ കാണുന്നത് ചതുർത്ഥിയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകാതിരുന്നാ പോരെ. ഇനിയിപ്പോ പോയാലും ആ ചതുർത്ഥി സഹിക്കാൻ ഞാൻ തയ്യാറാണെങ്കിലോ. അതുകൊണ്ട് കൂടുതൽ കിടന്ന് ഉരുളാതെ അങ്ങോട്ട് പോകാൻ നോക്ക് നവ്യ. കൂടുതൽ ഉരുണ്ട് കഴിഞ്ഞാലേ ചെളി പുരളും. ചെളി പിന്നെ പുരണ്ടു കഴിഞ്ഞാൽ ദേഹത്തുനിന്ന് പോകാൻ ഭയങ്കര പ്രയാസമായിരിക്കും. കുളിച്ചാലോ നനച്ചാലോ ഒന്നും ചിലപ്പം പോണമെന്നില്ല. അതുകൊണ്ട് കുഞ്ഞുമോൾ അങ്ങ് മാറിപ്പൊക്കോ എന്നിങ്ങനെ നമ്മുടെ ആദർശ് പറഞ്ഞു. ഇത് കേട്ടതും, ഇതെന്താണ് ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? നാണമില്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട്? സ്വന്തം തെറ്റിനെ ന്യായീകരിക്കുന്നു. തെറ്റ് ചെയ്തു എന്ന് മറ്റുള്ളവർക്ക് അറിയുകയും ചെയ്യാം, എന്നിട്ട് ന്യായീകരിക്കുക. അപ്പൊ നമ്മുടെ അഭി പറയാണ്, അത് അവരുടെ ഭാഗം ചെയ്യിക്കാൻ വേണ്ടി എന്തും വിളിച്ചു പറയുന്ന കൂട്ടത്തിലാണല്ലോ ഈ ആദർശേട്ടൻ. എന്തെങ്കിലും കാണിക്കട്ടെ, നമുക്കെന്താ? അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ അഭി? നമ്മുടെയൊക്കെ അല്ലേ ഈ അനന്തപുരി തറവാടും ജ്വല്ലറീസ് ഒക്കെ. അവിടെ ഇതുപോലെ ഒരു ആവാസം ഇരിക്കുന്നത് എന്തൊരു നാണക്കേടാണ്. ആ ആവാസനെ മാറ്റി സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിക്ക അതിന് അർഹതയുള്ളത്. തെറ്റുകൾ ചെയ്യുന്നവനെ അല്ല പൊക്കത്തിരുത്തേണ്ടത്, തെറ്റുകൾ ചെയ്യുന്നവനെ തൂത്തെറിയ ചെയ്യേണ്ടത്. അതിന് മുത്തശ്ശിയും സമ്മതിക്കാത്തത് എന്താണെന്നാ എനിക്കറിയാത്തത്. ബാക്കി ആര് ചെയ്താലും അത് തെറ്റ്. ആദർശവീരനായ ആദർശ് ചെയ്താൽ അത് ശരിയും. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നയനയല്ല നവ്യ അകത്തേക്ക് കയറിപ്പോയി. അപ്പൊ അഭി മനസ്സിൽ വിചാരിക്കുക, എടി ഇതല്ലടി, ഇതിനപ്പുറം വരാനിരിക്കുന്നതേ ഉള്ളൂ. നിന്നെയും ഇവിടുന്ന് വെളിയിലാക്കും. ആദർശിനെ മാത്രമല്ല ഈ അഭി തൂത്തെറിയാൻ പോകുന്നത്. ഇവിടെ എനിക്കെതിരായിട്ട് നിൽക്കുന്ന ഓരോന്നിനെയും ഞാൻ തൂത്തെറിയൂടെ. അതെന്നെ മക്കളാണെങ്കിലും ആരാണെങ്കിലും ഒരു ആത്മബന്ധവും പുലർത്തുന്ന ആളല്ലടി ഈ അഭി എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കാം. ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാലേ നമ്മുടെ ചന്തുമോളെയാണ് കേട്ടോ. അപ്പൊ ചന്തുമോള് ആദർശിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ രാത്രിയായി. അവർ രണ്ടുപേരും തന്നെ ഉള്ളൂ, ചന്തുമോളും അതുപോലെ നമ്മുടെ ആദർശും. അങ്ങനെ ആദർശ്, നമുക്ക് അമ്മേനെ വിളിച്ചാലോ എന്ന് പറഞ്ഞ് നേരെ നയനെ വിളിക്കുകയാണ്. നയനെ വിളിച്ചപ്പോൾ നയനെ പെട്ടെന്ന് ഫോൺ എടുത്തു. ആദർശ് ചോദിച്ചു, ഇതുവരെ നിനക്ക് ഉറങ്ങാൻ സമയമായില്ലേ? അത് ആദർശേട്ടൻ വിളിക്കാതെ ഞാൻ എങ്ങനെയാ ഉറങ്ങുന്നത്? ആദർശേട്ടൻ വിളിക്കുന്നത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഞാൻ. വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നോ? അതെ ആദർശേട്ടാ. അല്ല ചന്തുമോള്? ചന്തുമോൾ ഇവിടെ ഉണ്ട്, ഞാൻ അവളുടെ കൈ കൊടുക്കാം. ഹലോ നയനാമ്മേ. എന്റെ ചുന്തിരിക്കുട്ടി എന്തെടുക്കാ? ഇന്ന് അച്ഛനും മോളും തന്നെയുള്ളല്ലേ? അതേ നയനാമ്മേ, നയനാമ്മ ഇല്ലാത്തോണ്ട് എനിക്ക് ഭയങ്കര വിഷമാ. അച്ഛനും വിഷമാ.
ആണോ? ദേ നാളെ നൈനാമ അങ്ങ് വരുമല്ലോ, പിന്നെ എന്തിനാ മക്കള് വിഷമിക്കുന്നത്? വിഷമിക്കണ്ടാട്ടോ, അച്ഛന് കൂട്ട് കിടക്കണേ, അച്ഛന്റെ കൂടെ കിടന്നോണേ, അച്ഛന് ഒറ്റയ്ക്ക് കിടത്തല്ലേ. ഇല്ല, ഞാൻ ഇന്ന് അച്ഛന്റെ കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കും. അതെ, നാളെ വരണം കേട്ടോ. നാളെ പിന്നെ വരാതെ, നമുക്ക് മറ്റന്നാൾ സ്കൂളിൽ ചേരാൻ പോകണ്ടേ? ബാഗ് മേടിക്കണം, കൊട മേടിക്കണം, പുത്തനുടുപ്പ് മേടിക്കണം, അങ്ങനെ എന്തൊക്കെ മേടിക്കാൻ കിടക്കാം. നമുക്ക് നാളെ വലിയൊരു പർച്ചേസ് തന്നെ നടത്തി കളയാം. അല്ല മോള് ആദർശന്റെ കൈ കൊടുത്തേ. അങ്ങനെ ആദർശ് ഫോൺ മേടിച്ചിട്ട്, അതെ രാവിലെ തന്നെ ഇങ്ങോട്ട് പോരട്ടോ, മോളെയും കൂട്ടിക്കോ, വേറൊന്നും അല്ല, നമുക്ക് കുറച്ച് പർച്ചേസിനൊക്കെ പോകാം, മോളെ സ്കൂളിൽ ചേർക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നയന ഫോൺ കട്ട് ചെയ്തപ്പോൾ പെട്ടെന്ന് ദേവയാനി കടന്നു വരിക. ദേവയാനി, എന്താടാ നീ ഫോൺ പെട്ടെന്ന് വെച്ചത്? എനിക്കൊന്ന് മോളോട് സംസാരിക്കണമായിരുന്നു. അയ്യോ അമ്മയ്ക്ക് പറയത്തില്ലായിരുന്നു, ഞാൻ വിളിക്കാം. ഇനി വിളിച്ച അവളെ ബുദ്ധിമുട്ടിക്കണ്ട, നാളെ ഇങ്ങോട്ടേക്ക് വരൂലോ. സത്യം പറഞ്ഞാലേ മോൾ ഒരു ദിവസം ഇവിടുന്ന് മാറി നിൽക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആദർശ്. അത്രമാത്രം ബുദ്ധിമുട്ടാ. നേരത്തെ അവളെ കാണുന്നത് എനിക്ക് കണ്ടകശിനി പോലെയായിരുന്നു, പക്ഷെ ഇപ്പം കാണാതിരിക്കാൻ പറ്റുന്നില്ലടാ എന്നൊക്കെ നമ്മുടെ ദേവയാനി പറയാണ്. അപ്പൊ ചന്തുമോൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടപ്പം ഇന്ന് ചന്തുമോൾ അച്ഛന്റെ കൂടെയാണോ കിടക്കുന്നത്? ആ, എന്റെ അച്ഛൻ തന്നെയല്ലേ ഉള്ളൂ, അതുകൊണ്ടേ ഇന്ന് ഞാൻ അച്ഛന് കൂട്ട് കിടക്കുക. ആഹാ, കൊള്ളാലോ, അച്ഛനും കൊള്ളാം മോളും കൊള്ളാം, കൂട്ട് കിടക്കാൻ പറ്റിയ ടീംസ് തന്നെ. ഏതായാലും കിടന്നോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനാമികയല്ലല്ലോ ദേവയാനി അങ്ങിറങ്ങി പോവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നേരം പരപരാ വെളുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയന കനകയോട് പറയാണ്, അതെ ഇന്നിവിടെ ഒരു ഗസ്റ്റ് വരുന്നുണ്ട്. ഗസ്റ്റോ? അതാരാ? നോക്കിക്കോ. പറഞ്ഞു തീർന്നില്ല അപ്പോഴേക്കും നമ്മുടെ ആദർശിന്റെ വണ്ടി എത്തി. വന്നല്ലോ ഗസ്റ്റ്. അങ്ങനെ നമ്മുടെ നയന ഓടിച്ചെന്ന് ചന്തുമോളെ എടുക്കുക. ചന്തുമോളെ, എന്തുണ്ട് വിശേഷം? ഈ അമ്മയെ കാണാതെ ഒരുപാട് സങ്കടപ്പെട്ടോ? ചന്തുമോൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു, ഇപ്പൊ സന്തോഷായി. അപ്പം കനക, ഇതാരാ വന്നിരിക്കുന്നത്? ചന്തുമോളോ? ഇന്ന് വന്നേ. അല്ല മോളുടെ പേരെന്താ? ചന്തുമോളെന്നാണോ വേറെ എന്തെങ്കിലും പേരുണ്ടോ? എന്റെ പേര് ചന്തുമോൾ എന്ന് മാത്രല്ല, ചാന്ദിനി മോൾ എന്നാ. ചാന്ദിനി മോളോ? അതെ, ഇവളുടെ പേര് ചാന്ദിനി എന്നാണ്. ഈ മോൾ ഇവള് കയ്യിൽ നിട്ടതാ. അങ്ങനെ കയ്യിൽ നിട്ട് പറയുന്നു വേണ്ട കേട്ടോ. മോളെന്ന് ബാക്കിയുള്ളവർക്ക് ഇഷ്ടമുണ്ടേ വിളിച്ചോളും എന്ന് നയന പറഞ്ഞപ്പോഴത്തേക്കും, പോടി പെണ്ണെ, കളിയാക്കാത്ത കൊച്ചിനെ കണ്ട ആർക്കാ മോളെന്ന് വിളിക്കാൻ തോന്നാത്തത്? ഇതിന്റെ മുഖം കണ്ടുകൂടി, ഇതിന്റെ മുഖം നോക്കിയിട്ട് ആർക്കെങ്കിലും ചാന്ദിനി എന്ന് വിളിക്കാൻ തോന്നുമോ മോളെ കൂട്ടിയല്ലാതെ? ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ആദർശം നിന്ന് ചിരിക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് മോനെ, കേറി ബാ, എന്താ നിങ്ങൾ വന്നപടി നിൽക്കുന്നത്, കേറി ബാ അകത്തേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് പോവുകയാണ്. അങ്ങനെ ഗോവിന്ദൻ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട്, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആദർശൻ ഇപ്പോഴും ഞങ്ങള് അവിശ്വസിച്ചതിൽ എന്തെങ്കിലും? അച്ഛ, ഇനി അങ്ങനെ ചോദിക്കരുത്, ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ദേ, അച്ഛന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യത്തുള്ളൂ. സ്വന്തം മോളുടെ ജീവിതം നശിക്കുന്നത് കാണാൻ ഒരു മാതാപിതാക്കളും ആഗ്രഹിക്കില്ലെന്ന് എനിക്കറിയാം. പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ, നവ്യയും അഭിയും ഇവിടെ വരുമ്പോൾ പണ്ട് പെരുമാറിയ പോലെ തന്നെ പെരുമാറണം, അല്ലാതെ അവരെ ഇഷ്ടമില്ലാത്ത രീതിയിൽ പെരുമാറരുത്. അങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ ചിലപ്പം അവർക്ക് വിഷമമാകുന്നു മാത്രമല്ല, നവ്യയ്ക്ക് സംശയം തോന്നിയാലോ? ഒരിക്കലും സംശയം തോന്നാൻ പാടില്ല, നവ്യയുടെ ജീവിതം നശിപ്പിക്കാൻ പാടില്ല. അത് അച്ഛനും അമ്മയും എപ്പോഴും ഓർക്കണം. എങ്ങനെയാ മോനെ ഇനി അവനെ ഞാൻ സ്നേഹിക്കുന്നത്? പറ. ഇതുപോലെ ഒരു വൃത്തികെട്ടവൻ, കള്ളൻ, ഫ്രോഡ് എൻ്റെ കുഞ്ഞിന്റെ കഴുത്തിൽ താലി കെട്ടിയില്ലോ എന്ന് ഓർക്കുമ്പോഴാ. പിന്നെ വിധിയുടെ കളികളെ നമുക്ക് തിരുത്തി എഴുതാൻ പറ്റില്ലല്ലോ മോനെ, എല്ലാം സഹിക്കുക, അല്ലാതെ പിന്നെ എന്താ ചെയ്യുക? അല്ല അമ്മ, അച്ഛ, ഞങ്ങൾ പോവാണ് കേട്ടോ. ചന്തുമോൾക്ക് ഒരുപാട് പർച്ചേസിംഗ് ഒക്കെ ഉണ്ട്, സ്കൂളിൽ പോകണമല്ലോ, നാളത്തെ കഴിഞ്ഞ് മുതൽ സ്കൂളിൽ പോവുക കുട്ടി. ആണോ? ചന്തുമോൾ സ്കൂളിൽ ചേരാൻ പോവാണോ? ചന്തുമോൾക്ക് ആരാകണമെന്ന് ആഗ്രഹം? എനിക്ക് കളക്ടർ ആകണമെന്ന് ആഗ്രഹം. ഓഹോ, വലിയ വലിയ ആഗ്രഹങ്ങളാണല്ലോ, നടക്കട്ടെ, എന്റെ ചന്തുമോള് കളക്ടർ ആവും കേട്ടോ എന്ന് കനകയും പറഞ്ഞ് അവരങ്ങ് പോവാണ് കേട്ടോ. ആദർശ നയനി അങ്ങ് പോകുന്നു. അനന്തപുരി തറവാട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ പർച്ചേസ് ചെയ്യുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട്. കുട്ടിക്ക് കൊട, ബാഗൊക്കെ പർച്ചേസ് ചെയ്തിട്ടാണ് ഇവര് അനന്തപുരി തറവാട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ അനന്തപുരി തറവാട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് രണ്ടുപേര് ഇറങ്ങി വരികയാണ്, അഭിയും നവ്യയും. അങ്ങനെ അഭിയും നവ്യയും വന്ന ഉടനെ തന്നെ, അല്ല ഇത് നിങ്ങൾ ഇത് എങ്ങോട്ട് പോവുക? ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, ചിലവരുടെ മുഖം കാണാൻ എനിക്ക് വയ്യ, അതുകൊണ്ട് വീട് വരെ ഒന്ന് പോകണം, പിന്നെ എൻ്റെ മോനെയും കൊണ്ട് ഹോസ്പിറ്റലിലും പോകണം. അല്ല മോൻ എന്താ പറ്റിയത്? അല്ല മോനെ ഇങ്ങ് കാണിച്ച് ഒന്ന് എടുക്കട്ടെ ഞാൻ. വേണ്ടായേ, എൻ്റെ മോനെ എടുത്ത് ബുദ്ധിമുട്ടണ്ട, എൻ്റെ മോനെ ആരും എടുക്കണ്ട, കൊണ്ടുപോകാനും സാധനങ്ങൾ മേടിച്ചു കൊടുക്കാനും ഒക്കെ ഇവിടെ ആൾക്കാരുണ്ടല്ലോ വേറെ, അവരെ എടുക്കുവോ, കൊഞ്ചിക്കുവോ, ഓമനിക്കുവോ, താലോലിക്കുവോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, എൻ്റെ മോനെ എടുത്ത് ആരും ബുദ്ധിമുട്ടണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നവ്യയും അഭിയും കൂടി അങ്ങ് പോവുകയാണ് കേട്ടോ. എന്ത് ചെയ്യാനാണ്, നവ്യയ്ക്കും അല്ല നയനയ്ക്കും
ആദർശനും വേറെ ഒന്നും പറയാനില്ല. അവർ നേരെ അകത്ത് കയറിപ്പോയി. അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് നന്ദാവനത്തിലേക്കാണ് പോയിരിക്കുന്നത്. നവ്യയും അഭിയും കൂടെ ചേർന്ന്. അവിടെ ചെല്ലുമ്പോൾ പഴയ സ്വീകരണം കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ആ സ്വീകരണം കിട്ടില്ലല്ലോ. അങ്ങനെ അവിടെ ചെന്ന് കഴിയുന്ന ഉടനെ തന്നെ നമ്മുടെ കനകി ഓടി വന്നിട്ട് അഭിമന്യു നല്ല സോറി അനന്ത പത്മനാഭൻ, ഇതെന്തൊരു പേരാണല്ലേ, അനന്ത പത്മനാഭൻ ഇങ്ങനെ പറയുന്നത് കൊണ്ട് സത്യത്തിൽ ബോറാവുക. അങ്ങനെ അനന്ത പത്മനാഭനെ എടുത്തിട്ട് മോനെ ചക്കരെ എന്താ കുഞ്ഞിന് പറ്റിയത്, എന്തിനാ ഹോസ്പിറ്റലിൽ പോയത്? ഓ ഇവൻ ഒരേ ഒരു കാർച്ചയായിരുന്നു, അബിക്ക് ഒരേ ഒരു നിർബന്ധം ഹോസ്പിറ്റലിൽ പോകണമെന്ന്. കുട്ടിക്കാരൻ അബിക്ക് സഹിക്കില്ല, അപ്പൊ തുടങ്ങി ഹോസ്പിറ്റലിൽ പോകാന്ന്. അത് പിന്നെ എങ്ങനെയാ, എന്റെ മോനല്ലേ, അപ്പൊ എനിക്ക് സഹിക്കാൻ പറ്റുമോ അമ്മേ? അല്ല ഞാന് ഓർക്കുന്നതേ, ഈ കുട്ടികൾക്ക് പറയാൻ അറിയില്ലല്ലോ എവിടെയാ വേദന, എന്താ പ്രശ്നം എന്നൊന്നും പറയാൻ അറിയില്ലല്ലോ. അപ്പൊ നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യണ്ടേ? അപ്പൊ നമ്മുടെ ഗോവിന്ദൻ പറയാണ്, അത് ശരിയാണ്, ചിലരുടെ ജീവിതത്തിലും അങ്ങനെയാണ് മോനെ, പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ കുറെ ചിലവർ മനസ്സിൽ കൊണ്ട് നടക്കും. അല്ല അതെന്താ അച്ഛൻ ഇപ്പൊ അങ്ങനെ പറഞ്ഞത്? അപ്പം നമ്മുടെ നന്ദു പറഞ്ഞു, അതെ ആദർശേട്ടനെ കുറിച്ച് പറഞ്ഞതാന്ന്. അങ്ങനെ വിഷയം അങ്ങ് മാറ്റിവിടും. അപ്പോഴത്തേക്കും അഭി പറഞ്ഞു, എന്നാ പിന്നെ ഞാൻ പോട്ടെ, എനിക്ക് പോകണം, എനിക്ക് ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ജ്വല്ലറിയിലേക്ക് പോവുക എന്ന് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവർ പിടിച്ചൊന്നും നിർത്തിയില്ല. അത് നവ്യക്ക് അങ്ങ് കൊണ്ടു. നവ്യ പറഞ്ഞു, അഭി പോവാന്ന് പറഞ്ഞ ഉടനെ നിങ്ങൾ എന്താ അങ്ങ് പറഞ്ഞയച്ചത്? കുറച്ചു നേരം നിന്നിട്ട് പോവാം, ഭക്ഷണം കഴിച്ചിട്ട് പോകാന്ന് അമ്മയ്ക്ക് പറയത്തില്ലായിരുന്നോ? എന്ത് പറ്റി ഒരു ചാഞ്ചാട്ടം, ഒരു സ്നേഹക്കുറവ്? ഇതിപ്പം അഭിയോട് ഒരു പുച്ഛം പോലെ തോന്നുന്നു, ഒരു സ്നേഹക്കുറവ് തോന്നുന്നു. എന്താ നയന വന്ന് ബ്രെയിൻ വാഷ് ചെയ്തോ? ഇത് കേട്ടപ്പോഴത്തേക്കും കനക പറഞ്ഞു, അവൾക്ക് ബ്രെയിൻ വാഷ് ചെയ്യേണ്ട ഒരു കാര്യമില്ല നവ്യെ, അവൾ എന്തിനാ എന്നെ ബ്രെയിൻ വാഷ് ചെയ്യുന്നത്? അവൾക്ക് അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് ജീവിക്കേണ്ട ഒരാളല്ല. പിന്നെ ആദർശനെ കുറിച്ച് അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് പറഞ്ഞ് മറ്റുള്ളവരെ മനസ്സിലാക്കേണ്ട കാര്യമൊന്നും അവക്കില്ല എന്ന് പറഞ്ഞപ്പോൾ, ഓഹോ ഇപ്പൊ ആദർശനെ കുറിച്ചും നയനെ കുറിച്ച് പറയുമ്പോൾ 100 നാവാണല്ലോ, എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങ് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ കനകയെ നന്ദു വഴക്ക് പറയുകയാണ്, എന്താ അമ്മ ഈ കാണിച്ചത്? ദേ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നടക്കാൻ പോകുന്നത് വലിയൊരു ഭൂകമ്പമായിരിക്കും. ആ അഭിയുണ്ടല്ലോ തലക്കടിച്ച് കൊല്ലും, അറിയാലോ നവ്യേച്ചിയുടെ സ്വഭാവം. ഇത് കേട്ടതും അയ്യോ എന്നും പറഞ്ഞ് നമ്മുടെ കനക നിൽക്കുന്ന സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, നമ്മുടെ ബിസിനസിന്റെ കാര്യം ഞാൻ വീണ്ടും പറയുവാണ്, ബുദ്ധിമുട്ട് തോന്നരുത്, വേറൊന്നുമല്ല. നമ്മളിപ്പം കുറച്ച് ഐറ്റംസ് ഒക്കെ ഇടാൻ ലേറ്റ് ആകുന്നുണ്ട്, വേറൊന്നുമല്ല, നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടില്ല കേട്ടോ. അപ്പം കുറേ എണ്ണം നമുക്ക് ഒത്തിരി എൻക്വയറീസ് വന്നതുകൊണ്ട് തന്നെ കുറേ എണ്ണം പോയിട്ടുണ്ട്. അപ്പം അത്രയും നമ്മൾ ക്വാണ്ടിറ്റി എടുത്ത് വെച്ചുമില്ല, നമുക്ക് എങ്ങനെയാകുമെന്ന് അറിയില്ലല്ലോ തുടക്കമായതുകൊണ്ട്. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട്, നമ്മുടെ വാട്സപ്പിൽ വന്ന് തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പം കുറേ പേർക്ക് പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, ഇല്ല തീർന്നു പോയി, ഇനി റീസ്റ്റോക്ക് ചെയ്യട്ടെ അപ്പം തരാമെന്നൊക്കെ പറയുന്നതിന് ഒരിക്കലും ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതിലേറെ സന്തോഷവുമുണ്ട്, പെട്ടെന്ന് സാധനങ്ങളൊക്കെ തീർന്നു പോയല്ലോ എന്ന് ഓർത്തിട്ട് ഒത്തിരി സന്തോഷമുണ്ട്. ഏതായാലും നമ്മൾ റീസ്റ്റോക്ക് ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അത് നല്ല ഫാബ്രിക് ഒക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഓൺലൈൻ വഴി മേടിക്കുന്നതാണ്, അയ്യോ ഇനിയിപ്പം തുണിക്ക് ക്വാളിറ്റി കുറവ് കാണുമോ എന്നൊന്നും ചിന്തിക്കേണ്ട. നമ്മൾ നല്ല ഐറ്റംസ് മാത്രം, അതാ നമ്മൾ ഒത്തിരി വില കുറഞ്ഞ ഐറ്റംസ് നമ്മൾ കൊണ്ടുവരുന്നില്ല. കാരണം നിങ്ങൾ ഓൺലൈൻ വഴി മേടിക്കുന്നതാണ്. ഒത്തിരി വില കുറഞ്ഞ ഐറ്റംസ് എടുത്താൽ ചിലപ്പം വില കുറയുന്നതനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റിയും കുറയുമല്ലോ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അത്യാവശ്യം നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് ഇപ്പം സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. ഒരു ടോപ്പും സ്കേർട്ടും ഓണത്തിന് നമുക്ക് ഇടണമെങ്കിൽ തന്നെ അതിൽ ഹാൻഡ് വർക്കൊക്കെ ചെയ്ത് എടുത്തു വരുമ്പോൾ ഒരു 150 റുപ്പീസൊക്കെ ആകും. അത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും. ഒരു തുണി എടുക്കുക, ആ തുണി ഇത്രയും മീറ്റർ എടുക്കുക, അംബ്രല കട്ടൊക്കെ എടുത്ത് തയ്ക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു 3, 4, 5 മീറ്റർ തുണിയൊക്കെ വേണ്ടി വരും. വലിയവർക്ക് ഒരു 5 മീറ്റർ തുണിയൊക്കെ വേണ്ടി വരും. പിന്നെ നമ്മുടെ ടോപ്പിന്റെ പിന്നെ ഹാൻഡ് വർക്ക്, നമ്മൾ എല്ലാം ഹാൻഡ് വർക്ക് ഐറ്റംസ് ഒക്കെയാണ് ചെയ്യുന്നത്, ടോപ്പൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 150 ഒക്കെ വരും നമ്മുടെ ആ ഒരു ഇതിന്. നിങ്ങൾ കൂട്ടി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളൊരു തുണി എടുത്ത് അത് പുറത്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത് കൈ കിട്ടുമ്പോൾ 10,000-2000 രൂപ, 2,500 രൂപയാകും. അപ്പം ഞാൻ ഇപ്പം കൊണ്ടുവരുന്നത് ഒരു 150, അതിന് മേപ്പോട്ട് ഒരിക്കലും പോയിട്ടില്ല കേട്ടോ. പിന്നെ കുർത്തീസ് ഒക്കെ ഉണ്ട്, നമുക്ക് 899 ഒക്കെ കുർത്തീസൊക്കെ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ 699 ഉണ്ട്, 499 ഉണ്ട്. അങ്ങനെ സാരീസ് 399 ഉണ്ട്, 350 ഉണ്ട്. അപ്പം അതൊക്കെ നമുക്ക് കുറച്ച് എൻക്വയറി കൂടുതലായതുകൊണ്ട് ഇപ്പം നമുക്ക് സ്റ്റോക്ക് ഔട്ടായി പോയിട്ടുണ്ട്. ഉടനെ തന്നെ നമ്മളത് റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും. ചെയ്ത് കഴിയുന്ന ഉടനെ നമ്മൾ തന്നെ ഇടുന്നതായിരിക്കും. പിന്നെ ഇപ്പം എനിക്ക് സമയമില്ലാഞ്ഞിട്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്ത് ഞാൻ തന്നെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തണം. ഒരു കുർത്തി ആണെങ്കിലും ഒരു സാരി ആണെങ്കിലും എനിക്ക് തന്നെ നിങ്ങളുടെ മുമ്പിൽ വന്ന് പരിചയപ്പെടുത്തണം എന്നൊരു ആഗ്രഹവും ഒക്കെ ഉണ്ട്.
സമയമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പം സത്യം പറഞ്ഞാൽ വേറെ ഏത് വരാതെ നമ്മൾ ആ ഒരു പിക്ചേഴ്സ് മാത്രമായിട്ട് എടുത്തിടുന്നത്. പക്ഷെ അതൊക്കെ മാറ്റി ഞാൻ തന്നെ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഞാൻ തന്നെ അത് വെയർ ചെയ്ത് നമ്മളൊരു ഒരു ഒരു കുർത്തി അത് ഇട്ട് കാണുമ്പോഴാണ് നിങ്ങൾക്ക് അത് ഭംഗി തോന്നുന്നത്. ഇപ്പം എന്നോടും ഇപ്പം ഞാനൊരു കുർത്തി ഇട്ടുമ്പോൾ അയ്യോ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് ഒരാൾക്ക് തോന്നും. ഇത് എവിടെ നിന്നാണ് മേടിച്ചതെന്ന് ചോദിക്കും. നമ്മൾ ഇട്ട് കാണുമ്പോഴേ അതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഏതായാലും ഉടനെ തന്നെ ഞാൻ ശ്രമിക്കാം കേട്ടോ. നമ്മൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഒരു സ്റ്റാഫിനെയൊക്കെ വെക്കണം എന്നൊക്കെ ഓർത്തിരിക്കുകയാണ്. ഏതായാലും നോക്കാം നമുക്ക്. എല്ലാവർക്കും ഒരുപാട് നന്ദി പർച്ചേസ് ചെയ്യുന്നതിനൊക്കെ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ ചോദിച്ചോളൂ. ഇപ്പം വില നിങ്ങൾക്ക് ചോദിക്കാം, അയ്യോ വില ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് മേടിക്കാതിരിക്കുന്നത്, ചിന്നുവിന് എന്ത് തോന്നുന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ എന്തിൻ്റെയും വില എന്നോട് ധൈര്യമായിട്ട് വാട്സപ്പ് ചെയ്ത് ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വില കേട്ടിട്ട് നിങ്ങൾക്ക് അഫോർഡബിൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ മേടിച്ചാൽ മതി. അപ്പോൾ ഓക്കെ, ഞാൻ പോവാം. ടാറ്റാ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.